+1 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ എന്നതാണ് പ്രമേയം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിഗിനിങ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഫസ്റ്റ് man-like creatures originated 5.6 million years ago. MYA means million years ago. Modern human originated 1,60,000 years ago. മനുഷ്യനെ പോലെയുള്ള ജീവികൾ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ആധുനിക മനുഷ്യൻ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത് 1,60,000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സഹായകരമാവുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. സോഴ്സസ്: ഫോസിൽസ്, സ്റ്റോൺ ടൂൾസ്, കേവ് പെയിന്റിംഗ്സ്. Fossils, stone tools and cave paintings help us to understand early human history. About 200 years ago, many scholars refused to accept these remains. This was due to their beliefs in the Old Testament of the Bible. According to this, human origin was regarded as an act of creation by God. നമ്മൾ പറഞ്ഞു, സ്രോതസ്സുകൾ നമുക്ക് ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ സഹായകരമാവുന്ന സ്രോതസ്സുകളാണ് ഫോസിലുകൾ, അതുപോലെ തന്നെ ശില ആയുധങ്ങൾ, ഗുഹാചിത്രങ്ങൾ. ഇവയൊക്കെയാണ് ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ലഭ്യമാവുന്ന തെളിവുകൾ. എന്നാൽ 200 വർഷങ്ങൾക്ക് മുൻപേ ഈ തെളിവുകൾ, ഫോസിൽ പോലെയുള്ള തെളിവുകൾ അന്നത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിരുന്നില്ല. കാരണം അവർ വിശ്വസിച്ചിരുന്നത് പഴയ നിയമം ബൈബിളിനെ ആയിരുന്നു. പഴയ നിയമം ബൈബിളിൽ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം എന്നായിരുന്നു. അതുകൊണ്ട് 200 വർഷങ്ങൾക്ക് മുൻപേ ഈ ഫോസിലുകൾ, അതുപോലെ തന്നെ ചില ആയുധങ്ങൾ, ഗുഹാചിത്രങ്ങൾ, ഇതൊന്നും അന്നത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിരുന്നില്ല. In 1856, workmen who were quarrying for limestone in the Neander Valley in Germany found a skull and skeletal fragments. They handed over the skull to Carl Fuhlrott, a local naturalist. He took the material to anatomist Hermann Schaffhausen at Bonn University. They jointly published a paper claiming that this skull represented a form of human that was extinct. 1856 ജർമ്മനിയിലെ നിയാണ്ടർ വാലിയിൽ ലൈംസ്റ്റോൺ കോറയിൽ നിന്ന് ഒരു മനുഷ്യന്റെ തലയോട് ലഭിച്ചു. ആ തലയോട് ലൈംസ്റ്റോൺ കോറയിൽ നിന്ന്, കല്ലിന്റെ അകത്ത് നിന്നാണ് ലഭിച്ചത്. ആ തലയോട് അവിടുത്തെ പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ഫുൾറോട്ടിനെ അവര് നൽകി. കാൾ ഫുൾറോട്ട് ഇത് പഠിക്കാനായി, കൂടുതൽ പഠിക്കാനായി ബോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹെർമൻ സ്കാഫ്ഹൗസന് നൽകി. അവർ രണ്ടുപേരും കൂടി ഈ തലയോടിനെ കുറിച്ച് പഠനം നടത്തി. അവരുടെ കണ്ടെത്തലുകൾ ഈ തലയോട് ഒരു പുരാതന മനുഷ്യന്റെ തലയോടാണ് എന്നവർ കണ്ടെത്തി. അവരുടെ പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി. On 24th November 1859, Charles Darwin published On the Origin of Species. He argued that human had evolved from animals. 1859 നവംബർ 24 ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ മുഴുവൻ കോപ്പിയും വിറ്റുപോയി എന്നുള്ളത് ആ പുസ്തകത്തിന്റെ അന്നത്തെ പ്രചാരം നമ്മൾ മനസ്സിലാക്കണം. ഈ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ചത്, മനുഷ്യൻ മൃഗത്തിൽ നിന്ന് പരിണമിച്ചാണ്, മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്നാണ്. ഒരു പരിണാമ സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, മനുഷ്യന്റെ പരിണാമത്തിന്റെ കഥ. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. The story of human evolution is long and complicated. By about 24 million years ago, there emerged a subgroup amongst primates called hominoids in Asia and Africa.
This includes apes and humans. 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ പ്രൈമേറ്റ്സിൽ നിന്ന് ഒരു ഉപവിഭാഗം ഉണ്ടായി. അതിനെ വിളിക്കുന്നത് ഹൊമിനോയിഡ്സ് എന്നാണ്. ഇത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഉണ്ടായത്. ഈ ഹൊമിനോയിഡ്സിലാണ് ആൾക്കുരങ്ങും മനുഷ്യനൊക്കെ ഉൾപ്പെടുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കണം, മനുഷ്യന്റെ പരിണാമ കഥ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്, ദീർഘമായിട്ടുള്ള ഒരു പരിണാമമാണ്, ദീർഘകാലവുമാണ്, അതുപോലെ സങ്കീർണവുമാണ്. 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ പ്രൈമേറ്റ്സ് നിന്ന് ഒരു ഉപവിഭാഗം ഉണ്ടായി. അതിനെ ഹൊമിനോയിഡ്സ് എന്നാണ് പറയുന്നത്. അതിലാണ് മനുഷ്യനും ആൾക്കുരങ്ങൊക്കെ ഉൾപ്പെടുന്ന കുടുംബമാണ് ഹൊമിനോയിഡ്സ്. Hominids were evolved from hominoids and share certain common features. There are major differences between also. ഈ ഹൊമിനോയിഡ്സിൽ നിന്ന് പുതിയൊരു വിഭാഗം ഉണ്ടായി. അതിനെയാണ് ഹൊമിനിഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൊമിനോയിഡ്സുമായി ചില സാമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ വ്യത്യാസവും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രൈമേറ്റ്സ്. എന്താണ് പ്രൈമേറ്റ്സ് എന്ന് നമ്മൾ നോക്കാം. Primates are a subgroup of a large group of mammals. They include monkeys, apes, and humans. They have body hair, a relatively long gestation period following birth, mammary glands, different types of teeth, and the ability to maintain a constant body temperature. Primates എന്ന് പറയുന്നത് സസ്തനികളുടെ ഒരു ഉപവിഭാഗമാണ്. പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് സസ്തനികളുടെ ഒരു ഉപവിഭാഗമാണ്. ആ പ്രൈമേറ്റ്സിലാണ് കുരങ്ങന്മാരും ആൾക്കുരങ്ങും മനുഷ്യനൊക്കെ ഉൾപ്പെടുന്നത്. ശരീരത്ത് രോമങ്ങളൊക്കെ ഉള്ള ജീവിയാണ്. അതുപോലെ തന്നെ സ്തനഗ്രന്ഥികളുണ്ട്, നീണ്ട ഗർഭകാലമാണ്, വ്യത്യസ്ത രീതിയിലുള്ള പല്ലുകളുണ്ട്, ശരീരത്ത് ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവുണ്ട്. ഇതാണ് പ്രൈമേറ്റ്സ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ പ്രൈമേറ്റ്സിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ പ്രൈമേറ്റ്സിൽ നിന്നാണ് മറ്റൊരു ഉപവിഭാഗമേ ഹൊമിനോയിഡ്സ് ഉണ്ടായത്. ഹൊമിനോയിഡ്സിൽ നിന്നാണ് ഹൊമിനിഡ്സ് ഉണ്ടായത്. അപ്പം ഇനി ഹൊമിനോയിഡ്സും ഹൊമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹൊമിനോയിഡ്സ് എന്താ നോക്കാം. ഹൊമിനോയിഡ്സ് ആർ ഡിഫറെന്റ് ഫ്രം മങ്കീസ് ഇൻ എ നമ്പർ ഓഫ് വേസ്. ഹൊമിനോയിഡ്സ് കുരങ്ങന്മാരിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് ഹൊമിനോയിഡ്സ്. ദേ ഹാവ് എ ലാർജർ ബോഡി. വലിയ ശരീരമുള്ളതാണ് ഈ ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത്. വലിയ ശരീരമുണ്ട്. They have a larger body and do not have a tail. Besides, there is a longer period of infant development and dependency amongst hominoids. Hominoids കുരങ്ങന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വലിയ ശരീരമുള്ളതാണ്. അതുമാത്രമല്ല, ശിശുവികാസത്തിന് ദീർഘകാലം വേണമായിരുന്നു. അതുപോലെ തന്നെ ആശ്രയത്വവും വളരെ കൂടുതൽ. ശിശുക്കളുടെ ആശ്രയത്വവും വളരെ കൂടുതലാണ്. അപ്പം മങ്കിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഹൊമിനോയിഡ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹൊമിനോയിഡ്സിന്റെ പ്രത്യേകതകൾ. ഹൊമിനോയിഡ്സ്: സ്മോളർ ബ്രെയിൻ, ലാർജർ ബോഡി, ലോങ് പീരിയഡ് ഓഫ് ഇൻഫാന്റ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്പെൻഡൻസി, ഡു നോട്ട് ഹാവ് എ ടെയിൽ. Quadrupeds. Quadrupeds means walking on all four. ഹൊമിനോയിഡ്സിന്റെ ചില പ്രത്യേകതയുണ്ട്. ചെറിയ തലച്ചോറാണ്, ബുദ്ധി കുറവാണെന്ന് മനസ്സിലാക്കാം. ലാർജ് ബോഡി, വലിയ ശരീരമുണ്ട്. ലോങ് പീരിയഡ് ഓഫ് ഇൻഫാന്റ് ഡെവലപ്മെന്റ്, ശിശുവികാസത്തിന് കുറേ നാൾ വേണം. മനുഷ്യർക്കും അങ്ങനെയാണല്ലോ. കുട്ടികൾ കുറേ നാൾ കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ലോങ് പീരിയഡ് ഓഫ് ഇൻഫാന്റ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്പെൻഡൻസി. ഡോണ്ട് ഹാവ് എ ടെയിൽ, പാലില്ലാത്തതാണ്. ക്വാഡ്രിപ്പഡ്സ്, എന്നാൽ 4 കാലിൽ നടക്കുന്നതാണ്. ഇതാണ് ഹൊമിനോയിഡ്സിന്റെ പ്രത്യേകത. ഹൊമിനിഡ്സിന്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. അപ്രൈറ്റ് പോസ്റ്റർ, നിവർന്നു നിൽക്കാൻ കഴിയും. അപ്രൈറ്റ് പോസ്റ്റർ. ബൈപെഡൽ ലോക്കോമോഷൻ, വാക്കിംഗ് ഓൺ 2 feet. ലാർജർ ബ്രെയിൻ, സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്. ഹൊമിനോയിഡ്സിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക്? അപ്രൈറ്റ് പോസ്റ്റർ, നിവർന്നു നിൽക്കാൻ സാധിക്കും. ബൈപെഡൽ ലോക്കോമോഷൻ, 2 കാലിലാണ്, ഇരുകാലിലാണ് നടത്തം. ലാർജർ ബ്രെയിൻ, വലിയ തലച്ചോറാണ്.
സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്, കൈകൾക്ക് നല്ല വൈദഗ്ധ്യമുണ്ട്. മനുഷ്യരെ പോലെയാണ്, കൈകൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൈകൾക്ക് നല്ല വൈദഗ്ധ്യമുണ്ട്. വിരലുകളൊക്കെ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിരലുകളാണുള്ളത്, കൈകളാണുള്ളതെന്നോ, അതാണ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഹോമിനിഡ്സിന്റെ പ്രത്യേകത. 2 lines of evidence suggestion that African origin for hominid. ഈ ഹോമിനിഡ്സുകൾ ഉണ്ടായത് ആഫ്രിക്കയിലാണ് എന്നുള്ളതിന് 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഫസ്റ്റ്, it is the group of African apes that are most closely related to hominids. Second, earliest hominid fossils have been found in East Africa belongs to Australopithecus. Fossils found outside Africa are not older than 1.8 million years ago. ആഫ്രിക്കയിലാണ് ഹോമിനിഡ്സുകൾ ഉണ്ടായത് എന്നുള്ളതിന് 2 തെളിവുകളുണ്ട്. ഒന്ന്, ആഫ്രിക്കയിൽ കാണുന്ന ആൾക്കുരങ്ങ് ഈ ഹോമിനിഡ്സുമായി നല്ല സാമ്യമുള്ളതാണ്, മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹോമിനിഡ്സ്. രണ്ടാമത്തെ കാരണം, ഇന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഹോമിനിഡ്സ് ഫോസിലുകൾ ഏറ്റവും പഴക്കം ചെന്നത് 5.6 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഈസ്റ്റ് ആഫ്രിക്കയിലാണ്, അവിടെ നിന്നാണ് കണ്ടുകിട്ടി. ആസ്ട്രലോപിത്തക്കസ് എന്നാണ് അതിന് പറയുന്നത്. ആസ്ട്രലോപിത്തക്കസ് 5.6 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ആസ്ട്രലോപിത്തക്കസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു നിന്ന് ലഭിച്ച ഫോസിലുകൾ 1.8 മില്യൺ ഇയേഴ്സ് എഗോ മാത്രമായിരുന്നു. 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ മാത്രമായി. അതുകൊണ്ടാണ് ഹോമിനിഡ്സ് ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കരുതുന്നത്. ഹോമിനിഡ്സ് ബിലോങ് ടു എ ഫാമിലി നോൺ ആസ് ഹോമിനിഡേ, which includes all form of human being. Hominids are further divided into branches. ഈ ഹോമിനിഡ്സ് എന്ന് പറയുന്ന വിഭാഗം ഉൾപ്പെട്ടിരുന്നത് ഹോമിനിഡെ എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരുന്നു. ഹോമിനിഡെ എന്ന് പറയുന്നത് which includes all forms of human beings. ഈ ഹോമിനിഡെ എന്ന് പറയുന്നതിലാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യ വിഭാഗങ്ങളും ഉൾപ്പെടുന്നത്. Hominids are further subdivided into branches. ഈ ഹോമിനിഡ്സിനെ വീണ്ടും 2ആയി തിരിക്കാൻ വേണ്ടിയിട്ട്, 2 ബ്രാഞ്ച് ആയിട്ട് തിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഹോമിനിഡ്സ് 2 ബ്രാഞ്ചായി തിരിക്കാൻ വേണ്ടി പറ്റും. ആസ്ട്രലോപിത്തക്കസ്, ഹോമോ. ഹോമിനിഡ്സ് 2ആയി നമ്മൾ തിരിച്ചു, ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. The remains of early humans have been classified into species on the basis of differences in bone structure, skull size, jaws. ഈ കിട്ടുന്ന അവശിഷ്ടങ്ങൾ, ഫോസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ തലയോട് അല്ലെങ്കിൽ തലയോട് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഏത് വർഗത്തിലാണെന്ന് തിരിക്കാൻ വേണ്ടി സാധിക്കും. ഏത് മനുഷ്യവർഗത്തിലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് നോക്കാം? ഒന്ന്, തലയോടിൻ്റെ സ്ട്രക്ചർ, ബോൺ സ്ട്രക്ചർ, സ്കൾ തലയോടിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ജോസ് താടിയെല്ലിൻ്റെ രൂപം, ഇതൊക്കെ സ്ട്രക്ചർ, ഇതൊക്കെ പരിശോധിച്ച് നമുക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നത് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ലുക്ക് അറ്റ് ദി 4 skulls. 4 തലയോടുകൾ കൊടുത്തിട്ടുണ്ട്. 4 skulls. First one, A belongs to an ape. B belongs to a species known as Australopithecus. C belongs to a species known as Homo erectus, upright man. D belongs to a species known as Homo sapiens, wise man or thinking man. We can see many similarities and differences. Brain case, jaws, teeth. ഇതൊക്കെ വ്യത്യസ്തമാണ്. നിങ്ങൾ പരിശോധിക്കാം, 3 വ്യത്യാസമുണ്ട്. ഒരു ഏപ്പ്, ആൾക്കുരങ്ങിൽ നിന്ന് ആസ്ട്രലോപിത്തക്കസിനുള്ള വ്യത്യാസം, ആസ്ട്രലോപിത്തക്കസും
ഹോമോ ഇറക്ടസും തമ്മിലുള്ള വ്യത്യാസം, ഹോമോ ഇറക്ടസും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള തലയോടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആസ്ട്രലോപിത്തക്കസ് 5.6 million years ago. Australopithecus. Latin word astral meaning southern. Greek word pithekos meaning apes. They retain many features of apes. They have small brain size, heavier jaws and larger teeth. Fossil discovered from Olduvai Gorge in Tanzania in East Africa. The Olduvai Gorge excavated by Mary and Louis Leakey. ആസ്ട്രലോപിത്തക്കസ്, അതിൻ്റെ വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആസ്ട്രലോപിത്തക്കസ് എന്ന് പറഞ്ഞാൽ, ആസ്ട്രൽ എന്ന് പറഞ്ഞാൽ സദേൻ, ദക്ഷിണ ദേശം, ദക്ഷിണ പ്രദേശം. പിത്തക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ്, ആൾക്കുരങ്ങ് എന്നാണ്. ദക്ഷിണദേശത്തെ വാനരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എന്താണ് പ്രത്യേകത? റിറ്റൈൻ മെനി ഫീച്ചേഴ്സ് ഓഫ് ഏപ്സ്. ആൾക്കുരങ്ങിന്റെ കുറേ സ്വഭാവങ്ങൾ ഉള്ളതാണ്. ദേ ഹാവ് സ്മോൾ ബ്രെയിൻ സൈസ്, ചെറിയ തലച്ചോറാണുള്ളത്. ഹെവിയർ ജോസ്, വലിയ താടിയല്ലുണ്ട്. ലാർജർ ടീത്ത്, വലിയ പല്ലുകളുണ്ട്. എവിടുന്നാണ് ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത്? ഓൾഡുവായ് ഗോർജ്, ടാൻസാനിയയിലെ ഓൾഡുവായ് ഗോർജിൽ നിന്നാണ് ഫോസിലുകൾ കണ്ടെത്തിയത്. ഈ ഓൾഡുവായ് ഗോർജിൽ എക്സ്കവേഷൻ, ഉത്ഖനനം നടത്തിയത് മേരി, അതുപോലെ തന്നെ ലൂയിസ് ലേക്ക്. മേരി ആൻഡ് ലൂയിസ് ലേക്ക് എന്ന് പറയുന്ന രണ്ടു പേര് ചേർന്നിട്ടാണ് അവിടെ ഉത്ഖനനം നടത്തിയത്. അതായത് ഈ ഫോസിലുകൾ കണ്ടെത്തി പഠനം നടത്തിയത്. ഇനി ഹോമോ നോക്കാം. ഹോമോ 2.5 million years ago. Latin word homo meaning man. They have larger brain, jaws with a reduced outward prostration and smaller teeth. Increased brain size indicates more intelligence and memory. ആസ്ട്രലോപിത്തക്കസുമായിട്ട് ഹോമോയ്ക്ക് വലിയ വ്യത്യാസങ്ങളുണ്ട്. 2.5 million years ago, 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ഹോമോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉത്ഭവിച്ചത്. ലാറ്റിൻ വേർഡാണ് ഹോമോ എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം മനുഷ്യൻ, മാൻ എന്നാണ്. വലിയ തലച്ചോറായിരുന്നു. ആസ്ട്രലോപിത്തക്കസിനേക്കാൾ വലിയ തലച്ചോറായിരുന്നു ഹോമോയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ താടിയെല്ല് വലിപ്പം കുറഞ്ഞതാണ്, ചെറിയ പല്ലുകളാണ്. തലച്ചോറ് വലുതായതുകൊണ്ട് തന്നെ ബുദ്ധി കൂടുതലാണ്, ഓർമ്മശക്തി കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഹോമോയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ആസ്ട്രലോപിത്തക്കസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹോമോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹോമോയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഹോമോ ഹബിലിസ്. Homo habilis means tool maker. Fossils have been found at Omo in Ethiopia and Olduvai Gorge in Tanzania. ഹോമോ ഹബിലസ് എന്ന് പറഞ്ഞാൽ ടൂൾ മേക്കർ ആണ്. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന വിഭാഗമായ ആണ് ഹോമോ ഹബിലസ്. ടൂൾ മേക്കർ, ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് ഹോമോ ഹബിലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത് എത്യോപ്യയിലെ ഓമോയിൽ നിന്നും ടാൻസാനിയയിലെ ഓൾഡുവായ് ഗോർജിൽ നിന്നുമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം നോക്കാം. ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് മീൻസ് അപ്രൈറ്റ് മാൻ, നിവർന്ന മനുഷ്യൻ എന്നാണ്. ഫോസിൽസ് ഹാവ് ബീൻ ഫൗണ്ട് ബോത്ത് ഇൻ ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ ഹോമോ ഇറക്ടസിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂബിഫോറ, വെസ്റ്റ് തുർക്കാന ഇൻ കെനിയ. കെനിയയിലെ തുർക്കാന തടാകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൂബിഫോറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോർജോ കൊറാട്ടോ സംഗിറാൻ ഇൻ ജാവ. ജാവയിലെ മോജി കെറാട്ടോ സംഗിറാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ജാവയിലാണ് ഈ രണ്ട് സ്ഥലവും. ജാവ ഇന്തോനേഷ്യയിലാണ്. അപ്പൊ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഹോമോ ഇറക്ടസിന്റെ ഫോസിലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇനി ഹോമോ സാപ്പിയൻസ് 8 lakh years ago. 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പെയാണ് ഹോമോ സാപ്പിയൻസ്. മീൻസ് വൈസ് മാൻ ഓർ തിങ്കിങ് മാൻ. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ
ചിന്തിക്കുന്ന മനുഷ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ 3 വിഭാഗത്തെ 3 ഹോമോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹോമോ ഹബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് മീൻസ് wise man or thinking man. The names for fossils are derived from the places where the first fossil of a particular type were found. ഫോസിലുകൾ കണ്ട് കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേരും ചേർത്തിട്ടാണ് ആ മനുഷ്യ വർഗത്തിന് പേര് നൽകുന്നത്. Fossil found in Heidelberg, a city in Germany, were called Homo heidelbergensis. Fossil found in Neander Valley in Germany were called Homo neanderthalensis. ഇവിടെ നിന്നാണോ ഈ ഫോസിലുകൾ കിട്ടുന്നത് ആ സ്ഥലത്തിന്റെ പേര് ചേർത്തിട്ടാണ് ആ ജീവിവർഗത്തിന് പേര് നൽകുന്നത്. ഉദാഹരണത്തിന് ജർമ്മനിയിലെ ഒരു നഗരമായ ഹെയ്ഡൽബർഗിൽ നിന്ന് കിട്ടിയ ഫോസിലിന് ഇട്ടിരിക്കുന്ന പേര് ഹോമോ ഹെയ്ഡൽബർഗൻസിസ്. അതുപോലെ തന്നെ ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്ന് ഇരിക്കുന്ന ഫോസിലിന് ഇട്ടിരിക്കുന്ന പേര് ഹോമോ നിയാണ്ടർതാലൻസിസ് എന്നാണ്. ദ ഏർലിയസ്റ്റ് ഫോസിൽ ഫ്രം യൂറോപ്പ് ആർ ഓഫ് ഹോമോ ഹെയ്ഡൽബർഗൻസിസ്. ഹെയ്ഡൽബർഗൻസിസ് ആണ് യൂറോപ്പിൽ നിന്ന് കിട്ടിയ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ. ബോത്ത് ബിലോങ് ടു ദ സ്പീഷീസ് ഓഫ് ആർക്കൈക് ഹോമോ സാപ്പിയൻസ്. ഇതിന് ആർക്കൈക് മീൻസ് ഓൾഡ്. ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ എന്ന പ്രമേയത്തിലെ മറ്റൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്. ആധുനിക മനുഷ്യൻ എവിടെയാണ് ഉത്ഭവിച്ചത്? ഏഷ്യയിലാണോ, ആഫ്രിക്കയിലാണോ, യൂറോപ്പിലാണോ? ഇതൊക്കെയാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ നിങ്ങൾ പരിശോധിക്കാം. The earliest fossils of modern humans. ആധുനിക മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടുകിട്ടിയ സ്ഥലമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആ ഫോസിലിന്റെ പഴക്കവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. വേർ വെൻ എത്യോപ്യ 1,95,000 years ago. South Africa 1,20,000 years ago. Morocco 70,000 years ago. Israel 1 lakh years ago. Australia 45,000 years ago. Borneo 40,000 years ago. France 35,000 years ago. ഏതാണ് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ഹ്യൂമൻ, ആധുനിക മനുഷ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ കണ്ടുകിട്ടിയിരിക്കുന്നത് എത്യോപ്യയിൽ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നാണ്. It indicates that the earliest man appeared first, earliest modern humans first appeared in Africa. ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഉണ്ടായത് എന്നതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ടേബിള് ബോണിയോ എന്ന് പറഞ്ഞൊരു സ്ഥലം നിങ്ങൾ കാണാം. ബോണിയോ ചിലപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും. ബോണിയോ ദ തേർഡ് ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്. ബോണിയോ and the largest in Asia, located Southeast Asia. Southeast ഏഷ്യയിലെ വലിയ ഒരു ദ്വീപാണ്, ഐലൻഡാണ് ബോണിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ആധുനിക മനുഷ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ നമുക്ക് കണ്ടുകിട്ടിയത് എത്യോപ്യയിൽ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ആഫ്രിക്കയിലാണ് ആധുനിക മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത്, ഉത്ഭവിച്ചത് എന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. There are two main theories for the origin of modern humans. ആധുനിക മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 തിയറികൾ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. 2 തിയറികൾ. ആധുനിക മനുഷ്യൻ എവിടെയാണ് ഉത്ഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള 2 തിയറികൾ, 2 സിദ്ധാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, റീപ്ലേസ്മെന്റ് മോഡൽ. ഏകോൽപത്തി മാതൃക. ഏകോൽപത്തി മാതൃക. സെക്കൻഡ്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. പ്രാദേശിക തുടർച്ച മാതൃക. ഫസ്റ്റ് വൺ, റീപ്ലേസ്മെന്റ് മോഡൽ. ഏകോ ഉൽപ്പത്തി മാതൃക. ഒരു സ്ഥലത്തുണ്ടായ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ഏതോ ഒരു സ്ഥലത്തുണ്ടായതാണ്.
റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, പ്രാദേശിക തുടർച്ചാ മാതൃക പല പ്രദേശത്തുണ്ടായി എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് റീജിയണൽ റീപ്ലേസ്മെന്റ് മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീപ്ലേസ്മെന്റ് മോഡൽ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. ആധുനിക മനുഷ്യൻ ഉണ്ടായത് ആഫ്രിക്കയിലാണ് എന്നാണ് റീപ്ലേസ്മെന്റ് മോഡൽ തിയറി പറയുന്നത്. റീപ്ലേസ്മെന്റ് മോഡലിന് മറ്റൊരു പേര് പറയാം സിംഗിൾ റീജിയൻ ഒറിജിൻ, ഏകോൽപത്തി മാതൃക. ഒരു സ്ഥലത്ത് സിംഗിൾ റീജിയൻ, ഒരു പ്രദേശത്തുണ്ടായത്. റീപ്ലേസ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുണ്ടായത് സിംഗിൾ റീജിയൻ ഒറിജിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് മനുഷ്യൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആർക്കൈക് ഹ്യൂമൻസ് വേർ റീപ്ലേസ്ഡ് ബൈ മോഡേൺ ഹ്യൂമൻസ്. എന്താണ് ആർക്കൈക് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ? ഓൾഡ്, അല്ലെ? പുരാതന മനുഷ്യനിൽ നിന്ന്, പഴയ മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യൻ ഉണ്ടായി എന്നാണ് ഈ തിയറി എന്ന് പറയുന്നത്. ജനറ്റിക് ആൻഡ് അനാട്ടമിക്കൽ ഹോമോജിനിറ്റി സപ്പോർട്ട് ദിസ് വ്യൂ. ജനിതകപരവും ശാരീരിക ശാസ്ത്രപരവുമായിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഏകത, ലോകത്തെ എല്ലാ മനുഷ്യനും പരിശോധിച്ചാൽ മനുഷ്യന് ഒരു ഏക രൂപമുണ്ട്, അല്ലെ? അപ്പൊ ജനറ്റിക് ആൻഡ് അനാട്ടമിക്കൽ ഹോമോജിനിറ്റി സപ്പോർട്ട് ദിസ് വ്യൂ. ജനിതകപരമായും ശരീരശാസ്ത്രപരമായും ഉള്ള ഏകത ഈ തിയറിക്ക്, ഈ സിദ്ധാന്തത്തിന് ബലമേൽക്കുന്നതാണ്. അപ്പം മനുഷ്യന്റെ ഏകത ശരീരശാസ്ത്രപരമായിട്ടാണെങ്കിലും ജനിതകപരമായിട്ടുള്ള അതാണെങ്കിലും ഉള്ള ഏകത ഈ തിയറിക്ക് ബലമേകുന്ന കാര്യമാണ്. സിമിലാരിറ്റി ഈസ് ഡ്യൂ ടു ഒറിജിൻ ഫ്രം എ സിംഗിൾ റീജിയൻ. ഇങ്ങനെ ഒരു സിമിലാരിറ്റി, ഒരു സാമ്യത മനുഷ്യന് ഉണ്ടാകാൻ കാരണം, മനുഷ്യൻ ഒരു സ്ഥലത്തുനിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. The earliest fossils of modern humans have been discovered from Omo in Ethiopia. Support this view. അതിന് മറ്റൊരു ഈ സിദ്ധാന്തത്തിന് ഏകോൽപത്തി മാതൃക അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് മോഡൽ എന്ന് പറയുന്ന ഈ തിയറിക്ക് അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിന് ബലമേകുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കി. ദ ഏർലിയസ്റ്റ് ഫോസിൽസ് ഓഫ് മോഡേൺ ഹ്യൂമൻസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ഓമോ ഇൻ എത്യോപ്യ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഓമോ, എത്യോപ്യയിലെ ഓമോ എന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും പഴക്കമേറിയ മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടുകിട്ടിയത്. അപ്പം ആധുനിക മനുഷ്യന്റെ പ്രത്യേകം ഓർക്കണേ, ആധുനിക മനുഷ്യന്റെ ഏറ്റവും പഴക്കമേറിയ ഫോസിലുകൾ കണ്ടുകിട്ടിയത് ഓമോ, എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ്, അതായത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുകൊണ്ട് പറയുന്നത്, ഈ തിയറി പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ്. The physical differences among modern humans are the result of adaptation by population who migrated to the region they finally settled. The physical differences എന്നാൽ മനുഷ്യന്റെ ശാരീരികമായ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, യൂറോപ്യന്മാരെ പോലെയല്ല ഏഷ്യക്കാരെ പോലെയല്ല ആഫ്രിക്കക്കാര്. ചില ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ ചില മാറ്റങ്ങൾ ഉണ്ട്. ശാരീരിക വ്യത്യാസത്തിന് കാരണം അവർ കുടിയേറി സ്ഥിരതാമസമാക്കിയ പ്രദേശങ്ങളുമായി ഇണങ്ങിച്ചേർന്നതിന്റെ ഫലമാണ്. അതായത് ആഫ്രിക്കയിൽ നിന്ന് പല സ്ഥലത്തേക്കും ഇവർ കുടിയേറി, ആധുനിക മനുഷ്യൻ കുടിയേറി. അങ്ങനെ കുടിയേറി സ്ഥിരതാമസമാക്കിയ പ്രദേശവുമായി ഇണങ്ങിച്ചേർന്നത് കൊണ്ടാണ് മനുഷ്യന്റെ ശാരീരികമായ ചില ഘടനയിലൊക്കെ ചില വ്യത്യാസമുള്ളത്. നമുക്ക് കൃത്യമായിട്ടറിയാം, ഓരോ സ്ഥലത്തെ മനുഷ്യനും അവൻ്റെ നിറവും അവൻ്റെ ആകൃതിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതിങ്ങനെ ആ പ്രദേശവുമായി ഇണങ്ങിച്ചേർന്നത് കൊണ്ടാണെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്, റീപ്ലേസ്മെന്റ് മോഡൽ തിയറിയിൽ പറയുന്നത്, ഏകോൽപത്തി മാതൃകയിൽ പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ തിയറി ഏതാണ്? റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. മൾട്ടി റീജിയണൽ ഒറിജിൻ. പ്രാദേശിക തുടർച്ചാ മാതൃക. എന്താണ് ഈ പ്രാദേശിക തുടർച്ചാ മാതൃക എന്ന് പറയുന്നത്? ഹ്യൂമൻസ് ഇവോൾവ്ഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്രം ലോക്കൽ ആർക്കൈക് Humans evolved in different parts of the world from local archaic human.
ആധുനിക മനുഷ്യനുണ്ടായത് ഓരോ പ്രദേശത്തെയും പഴയ മനുഷ്യരിൽ നിന്നാണ്, ആർക്കേക്ക് ഹ്യൂമൻ നിന്നാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രദേശത്തുമുള്ള പഴയ മനുഷ്യരിൽ നിന്ന് തന്നെയാണ് ആധുനിക മനുഷ്യൻ ഉണ്ടായത്. അത് ലോകത്തിന്റെ പല ഭാഗത്തും ആധുനിക മനുഷ്യൻ ഉണ്ടായി എന്നാണ്. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും, ലോകത്തിന്റെ പല ഭാഗത്തും ആധുനിക മനുഷ്യൻ ഉണ്ടായി. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്താണ് ഉണ്ടായത്. There is a regional differences in the features of modern humans. പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ, മനുഷ്യരുടെ ഘടനയിൽ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. പല വ്യത്യാസങ്ങളും മനുഷ്യനുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടായത് ആധുനിക മനുഷ്യൻ പല സ്ഥലങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് ഈ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ പറയുന്നത്. മൾട്ടി റീജിയണൽ ഒറിജിനിൽ പറയുന്നത്. ഡിസിമിലാരിറ്റീസ് ആർ ഡ്യൂ ടു differences between Homo erectus and Homo heidelbergensis, populations that occupied the same region. എന്താ പറഞ്ഞു വരുന്നത്? ഡിസിമിലാരിറ്റീസ് ആർ ഡ്യൂ ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമോ ഇറക്ടസ് ആൻഡ് ഹോമോ ഹൈഡൽബെർഗൻസസ്, populations that occupied the same region. ഈ തിയറി പ്രകാരം പറയുന്നത് മനുഷ്യരിൽ ഇങ്ങനെ വ്യത്യാസമുണ്ടായത് ഹോമോ ഇറക്ടസും ഹോമോ ഹൈഡൽബെർഗൻസിലും ഉണ്ടായിരുന്ന വ്യത്യാസം തന്നെയാണ്. ഹോമോ ഇറക്ടസിലും ഹോമോ ഹൈഡൽബെർഗൻസിലും ഉണ്ടായിട്ടുള്ള വ്യത്യാസം തന്നെയാണ് ആധുനിക മനുഷ്യനിൽ വ്യത്യാസം ഉണ്ടാകാൻ കാരണമെന്നാണ് ഈ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഓർ മൾട്ടി റീജിയണൽ ഒറിജിനിൽ അല്ലെങ്കിൽ പ്രാദേശിക തുടർച്ച മാതൃകയിൽ പറയുന്നത്. ഇതാണ് ആധുനിക മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രണ്ട് തിയറികൾ. അതിവിടെ ഒരു ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. റീപ്ലേസ്മെന്റ് മോഡൽ എന്താ പറയുന്നത്? ഒറിജിനേറ്റ് എവിടെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്? ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വന്നു. ഇവിടെ മറ്റ് ഒന്ന് പറഞ്ഞത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുണ്ടായിരിക്കും, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഇതാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. early humans way of obtaining food. പുരാതന മനുഷ്യർ, ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്, ശേഖരിച്ചിരുന്നത്? അവരുടെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ്, ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് അവർ ശേഖരിച്ചിരുന്നത് നമുക്ക് പരിശോധിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ. early humans way of obtaining food. എങ്ങനെയായിരിക്കും, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ കഴിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, നമ്മൾ പുട്ട്, കടല, ദോശ, പൊറോട്ട, ചപ്പാത്തി, ബിരിയാണി, ചോറ്, കറി ഇതൊക്കെ കഴിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ ആദിമ മനുഷ്യർ ഇതൊന്നും അവർക്ക് ലഭ്യമല്ലല്ലോ. ഈ തരത്തിലുള്ള ഭക്ഷണ രീതിയേ ആയിരിക്കില്ല. അപ്പം എന്തൊക്കെയായിരിക്കും ഈ ആദിമ മനുഷ്യർ ഭക്ഷണമായി കഴിച്ചിട്ടുണ്ടാവുക? അതെങ്ങനെയാണ് അവർ ശേഖരിച്ചത്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദിമ മനുഷ്യൻ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ. വേ ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. early humans ways of obtaining ഫുഡ് എങ്ങനെയാണ് അവർ നേടിയിരുന്നത്? early humans obtaining food through gathering, hunting, scavenging and fishing. ആദിമ മനുഷ്യർ ഒരു ഭക്ഷണം നേടിയിരുന്നത് ഗാദറിങ്, ഭക്ഷണം ശേഖരിക്കുക, പല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം ശേഖരിക്കുക. ഹണ്ടിങ്, വേട്ടയാടുക. സ്കാവഞ്ചിങ്, ചത്ത മൃഗങ്ങളെ, ചത്ത ജന്തുക്കളെ കഴിക്കുക. ആൻഡ് ഫിഷിംഗ്, മത്സ്യബന്ധനം നടത്തുക. ഇതൊക്കെയായിരുന്നു അവർ ഫുഡ് ശേഖരിക്കാനുള്ള മാർഗമായി ഉപയോഗിച്ചത്. ഗാദറിങ്. early humans collected plant food such as seeds, nuts, berries, fruits and tubers. പുരാതന മനുഷ്യർ early humans collected plant foods. സസ്യങ്ങളിൽ നിന്ന് ഇവർ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചിരുന്നു. സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇവർ ശേഖരിച്ചിരുന്നു. എന്തൊക്കെയാണ് ശേഖരിച്ചിരിക്കുന്നത്? വിത്തുകൾ, സീഡ്സ്, അതുപോലെ തന്നെ
അണ്ടിപ്പരിപ്പുകൾ, നട്ട്സ്, ബെറീസ്, ഫ്രൂട്ട്സ്, കായ്കനികൾ, ആൻഡ് ട്യൂബേഴ്സ്, കിഴങ്ങുകൾ. ഇതൊക്കെയാണ് അവർ ശേഖരിച്ചിരുന്നത്. ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ പോയി പറക്കിക്കൊണ്ടുവരിക. വനങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഈ സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരിക. കൃഷിയില്ല, ശേഖരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സ്കാവെഞ്ചിങ്. എന്താണ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ? സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ മറ്റ് ചത്തുപോയ മൃഗങ്ങളെ ഭക്ഷിക്കുക. Early humans scavenged for meat of animals that had died or had killed by other predators. മറ്റ് ഹിംസ്ര ജന്തുക്കൾ കൊന്ന് ഉപേക്ഷിച്ചു പോയ മൃഗങ്ങളെ ഭക്ഷണമാക്കുന്ന ഒരു പരിപാടി ആദിമ മനുഷ്യർ ഉണ്ടായിരുന്നു. സ്മോൾ മാമൽസ് such as rodent, birds, reptiles and even insects were eaten by early humans. ഇത് കൂടാണ്ട് ആദിമ മനുഷ്യർ സസ്തനികളെ, അതുപോലെ തന്നെ എലി, അണ്ണാൻ, പക്ഷികൾ, ഇഴജന്തുക്കൾ, ഇത് മാത്രമല്ല കേട്ടോ, കീടങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു. ആദിമ മനുഷ്യൻ കീടങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്, ചൈനയിൽ കീടങ്ങളൊക്കെ ഭക്ഷിക്കുന്നവരാണ്. അവരും ഇതുപോലെ ഇഴജന്തുക്കളെയൊക്കെ ഭക്ഷണമാക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, WHO പറഞ്ഞിട്ടുണ്ട്, ഈ കീടങ്ങളെയൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം കീടങ്ങൾ പെട്ടെന്ന് പെറ്റുപെരുകുന്ന വസ്തുക്കളാണ്. അത് നമുക്ക് ഭക്ഷണയോഗ്യമായ കീടങ്ങൾ ധാരാളമുണ്ട്, അത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞൊരു ചാർട്ടൊക്കെ പ്രസിദ്ധീകരിച്ചായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മനുഷ്യൻ ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ഇൻസെക്ട്സിനെ പോലും അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഗാദറിങ്, സ്കാവെഞ്ചിങ്, ഹണ്ടിങ്. Hunting probably began by about 5 lakh years ago. Evidence for the plant hunting comes from some sites. ഈ ഹണ്ടിങ് അഥവാ വേട്ടയാടൽ, എങ്ങനെയുള്ള വേട്ടയാടൽ? ആസൂത്രിതമായ വേട്ടയാടൽ. കുറേ ആൾക്കാർ കൂടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള വേട്ടയാടൽ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ആരംഭിച്ചിരുന്നു. 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ തെളിവ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹണ്ടിങ് നടത്തിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലും 50-60 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള ഹണ്ടിങ്, വേട്ടയാടൽ പരിപാടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, വേട്ടയാടുന്നവർ ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാർ, അവരിൽ തോക്ക് ഉണ്ടാവും, മറ്റ് ആയുധങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന പ്രത്യേകം പരിശീലനം നേടിയ പട്ടികൾ ഉണ്ടായിരിക്കും. വേട്ടനായ്ക്കൾ എന്ന് പറയും, വേട്ടനായ്ക്കൾ. അങ്ങനെ ഒരു ചണ്ടകൊട്ടിയും മറ്റ് സാധനങ്ങളൊക്കെ എന്താ പറയുക, ഒച്ചയുണ്ടാക്കി, വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഈ വനങ്ങളിൽ കയറുകയും അതിൻ്റെ അകത്ത് ഉള്ള മൃഗങ്ങളൊക്കെ പുറത്ത് ഓടി വരുമ്പോഴാണ് വെടിവെച്ചും നായ്ക്കൾ ഓടിച്ചിട്ടൊക്കെ പിടിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു പ്ലാൻ ഹണ്ടിങ് നടത്താറുണ്ടായിരുന്നു. ഒരു 50-60 വർഷം മുമ്പൊക്കെ കേരളത്തിൽ ഒരു സാധാരണയായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പം ഇതുപോലെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട്, ഒരു കൂട്ടം ജനങ്ങൾ ചേർന്നുകൊണ്ട് വേട്ടയാടുന്നതാണ് പ്ലാൻ ഹണ്ടിങ് എന്ന് പറയുന്നത്. ഹണ്ടിങ് പ്രോബബ്ലി ബിഗാൻ ബൈ അബൌട്ട് 5 lakh years ago. 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രിതമായിട്ടുള്ള വേട്ടയാടൽ ഉണ്ടായിരുന്നു. എവിഡൻസ് ഫോർ ദ പ്ലാൻ ഹണ്ടിങ് കംസ് ഫ്രം സം സൈറ്റ്സ്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ഥലത്തിൻ്റെ പേരൊക്കെ, ഫോർ എക്സാമ്പിൾ ബോക്സ് ഗ്രോവ് ഇൻ സദേൺ ഇംഗ്ലണ്ട്. സദേൺ ഇംഗ്ലണ്ടിലെ, ദക്ഷിണ ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവിൽ നിന്ന് ഇത്തരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഷോണിഞ്ചൻ ഇൻ ജർമ്മനി, ജർമ്മനിയിലെ ഷോണിഞ്ചനിൽ നിന്ന് ഇതേപോലെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഡോൾനി വെസ്റ്റർനൈസ് ഇൻ ചെക്ക് റിപ്പബ്ലിക്കിലെ ഡോൾനി വെസ്റ്റർനൈസിൽ നിന്നും ഇത്തരത്തിലുള്ള തെളിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സൈറ്റ്സ് നിയർ റിവർ ഹാവ് ബീൻ ചൂസൺ ബൈ ദം ഫോർ പ്ലാൻ ഹണ്ടിങ്. ഇങ്ങനെ ആസൂത്രിതമായ വേട്ടയാടലിന് അവർ തിരഞ്ഞെടുത്തത് നദീതീരങ്ങളായിരുന്നു. ദ സൈറ്റ്സ് നിയർ റിവേഴ്സ്, നദീതീരങ്ങളിലായിരുന്നു ഈ പ്ലാൻ ഹണ്ടിങ്, ആസൂത്രിതമായിട്ടുള്ള വേട്ടയാടലിന് അവർ തിരഞ്ഞെടുത്ത സ്ഥലം. എന്തുകൊണ്ടായിരിക്കും? ഹെർഡ്സ് ഓഫ് മൈഗ്രേറ്റിംഗ് animals crossed the river during their spring and autumn migration. People know of these animals and killed them. എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ പറഞ്ഞു, സൈറ്റ്സ് നിയർ റിവർ ഹാവ് ബീൻ ചൂസൺ ബൈ ദം ഫോർ പ്ലാൻ ഹണ്ടിങ്.
herds of migrating animals crossed river during the spring and autumn migration. ശരത്കാലത്തും അതുപോലെ തന്നെ വസന്തകാലത്തും ശരത്കാലത്തും വസന്തകാലത്തും ഈ മൃഗങ്ങളുടെ കൂട്ടം മറ്റ് പ്രദേശത്തിലേക്ക് കുടിയേറുമായിരുന്നു, അല്ലെങ്കിൽ ദേശാന്തര ഗമനം നടത്തുമായിരുന്നു. നമുക്കറിയാം, TV ചാനലിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു പ്രത്യേക കാലത്ത്, അത് ഇവിടെ പറഞ്ഞു നമ്മൾ, വസന്തകാലത്തും ശരത്കാലത്തൊക്കെ മൃഗങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് യാത്രയാകാറുണ്ട്. അത് അവർക്ക് ജീവിക്കാനുള്ള, അവർക്ക് ഫുഡ് അവൈലബിൾ ആവുന്ന സ്ഥലത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം വസന്തകാലത്തും ശരത്കാലത്തൊക്കെ ഇങ്ങനെ മൃഗങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്നത് അന്നത്തെ ജനങ്ങൾക്ക് അറിയായിരുന്നു. പീപ്പിൾ നോ ഓഫ് ദീസ് അനിമൽസ്, ഈ മൃഗങ്ങളെയൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ആൻഡ് കിൽഡ് ദം. അതുകൊണ്ട് തന്നെ ഈ നദി കടക്കുന്ന സമയത്ത് ഇവരെ വേട്ടയാടി പിടിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ആ മൃഗങ്ങളെ വേട്ടയാടി അവർ ജീവിച്ചിരുന്നു. ഫിഷിംഗ് വാസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ആസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദി ഡിസ്കവറി ഓഫ് ഫിഷ് ബോൺസ് അറ്റ് ഡിഫറെൻറ്റ് സൈസ്. മത്സ്യബന്ധനം ഇവരെ നടത്തിയിരുന്നു. ഇതിന് തെളിവായിട്ട് മത്സ്യത്തിൻ്റെ മുള്ളുകൾ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ അസ്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത്? അവർ ഈ ഫുഡൊക്കെ എവിടെ നിന്നായിരുന്നു കളക്ട് ചെയ്തിരുന്നത്? അപ്പം ആദിമ മനുഷ്യൻ ഭക്ഷണം ഏതൊക്കെ മാർഗത്തിൽ കൂടിയായിരുന്നു തേടിയിരുന്നത്? ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയുള്ള കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഗാദറിംഗ്, സ്കാവെഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിംഗ്. Early humans, from trees to caves and open-air sites. We can find out the places of residence of the hominids by plotting the distribution of artifacts. ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതിന് ചില മാർഗങ്ങളുണ്ട്. ആദിമ മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഉപകരണങ്ങളും ആയുധങ്ങളും ചിതറിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയാൽ അവിടെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Thousands of flake tools and hand axes have been excavated at Kilambe and Olorgesailie in Kenya. കെനിയയിലെ കിലംബോ, ഒലോർഗിസൈൽ എന്ന് പറയുന്ന ഈ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കൽപ്പാളികൾ കൊണ്ടുള്ള, കൽച്ചീളുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഴു ഒക്കെ അവിടെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കുക. ദ സൈറ്റ് ഓഫ് ഒലോർഗിസൈലി എന്ന് പറയുന്ന സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ക്ലോസ് അപ്പ് ഓഫ് ടൂൾസ് ഫൗണ്ട് അറ്റ് ദ സൈറ്റ് ഇൻക്ലൂഡിംഗ് ഹാൻഡ് ആക്സസ്. ഇവിടെ അവരുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഒക്കെ ഇവിടെ ചെതറിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇൻക്ലൂഡിംഗ് ഹാൻഡ് ആക്സസ്, കൽമഴുവിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. In some areas, food resources were abundant and people visited repeatedly. In such areas, people would leave traces of their activities and presences, including artifacts. ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ആദിമ മനുഷ്യർ നിരന്തരം സന്ദർശിക്കുമായിരുന്നു. സ്വാഭാവികമായും അവർ അന്ന് ഉപയോഗിക്കുന്ന ശില കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവിടെ ചിതറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദേ ഡിപ്പോസിറ്റഡ് ആർട്ടിഫാക്ട്സ് വുഡ് അക്യുമുലേറ്റഡ് ഇൻ വൺ പ്ലേസ്. ദ പ്ലേസ് വെയർ ലെസ് വിസിറ്റഡ് വുഡ് ഹാവ് ഫ്യൂവർ ആർട്ടിഫാക്ട്സ്. ഇങ്ങനെ നിരന്തരം സന്ദർശിക്കുന്ന പ്രദേശങ്ങളിൽ അവരുപയോഗിച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ ചിതറിക്കിടക്കും. എന്നാൽ അവർ വളരെ കുറച്ച് മാത്രം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ആദിമ മനുഷ്യർ എവിടെയായിരുന്നു അവരുടെ കേന്ദ്രങ്ങൾ എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. ബിറ്റ്വീൻ 4 lakhs and 1,25,000 years ago, caves and open air sites began to be used. ആദിമ കാലത്ത് മരങ്ങളിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 4 ലക്ഷം വർഷത്തിനും 1,25,000 വർഷത്തിനും ഇടയിൽ മനുഷ്യർ ഗുഹകളിലേക്കും തുറസായ സ്ഥലങ്ങളിലേക്കും
താമസം ആരംഭിച്ചു. In the Lazaret cave in southern France, a 12 into 4 meter shelter was built. Inside it were 2 hearths and evidence of different food sources. ദക്ഷിണ ഫ്രാൻസിലെ ലാസററ്റ് ഗുഹയിൽ നിന്ന് 12 into 4 മീറ്റർ വിസ്താരമുള്ള ഒരു സങ്കേതം കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 അടുപ്പുകളുണ്ട്. അത് മാത്രമല്ല ധാരാളം ഭക്ഷ്യവിഭവങ്ങളുടെ അവശിഷ്ടങ്ങളും കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആദിമ മനുഷ്യർ താമസിച്ച സ്ഥലമാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. At Terra Amata in southern France, a shelter with a roof of wood and grass were built for short-time seasonal visit. അതുപോലെ തന്നെ ദക്ഷിണ ഫ്രാൻസിലെ തന്നെ ടെറ അമാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മരം കൊണ്ട് നിർമ്മിച്ച മേൽക്കുരയും പുല്ലൊക്കെ മേഞ്ഞ ഒരു താൽക്കാലിക സങ്കേതം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ആദിമ മനുഷ്യർ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. Pieces of baked clay and burnt bones along with stone tools have been found at some sites in South Africa. We don't know where these result of a natural bushfire or volcanic eruption or controlled use of fire. അതുപോലെ തന്നെ ദക്ഷിണ ആഫ്രിക്കയിലെ ചില കേന്ദ്രങ്ങളിൽ കളിമണ്ണ്, തീയിൽ ചുട്ട കളിമണ്ണൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. കളിമണ്ണിന്റെ അവശിഷ്ടങ്ങൾ, തീയിൽ ചുട്ട കളിമണ്ണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. We don't know where this result of natural bushfire, കുറ്റിക്കാടുകൾക്ക് തനിയെ തീ പിടിച്ചത് ഇങ്ങനെ സംഭവിച്ചതാണോ, അതോ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടായ തീയാണോ, അതോ മനുഷ്യർ ആവശ്യത്തിന് വേണ്ടി കത്തിച്ച തീയാണോ എന്നൊന്നും കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. യൂസ് ഓഫ് ഫയർ, തീയുടെ ഉപയോഗം നമുക്കെല്ലാം അറിയാം. ടു പ്രൊവൈഡ് വാംത്ത് ആൻഡ് ലൈറ്റ് ഇൻസൈഡ് കേവ്സ്, ഗുഹയുടെ അകത്ത് വെളിച്ചവും ചൂടൊക്കെ നിലനിർത്താൻ തീ അത്യാവശ്യമായിരുന്നു. ടു ഹാർഡൻ വുഡ്, മരങ്ങളെ കാഠിന്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി തീ ഉപയോഗിക്കാറുണ്ട്. മരങ്ങൾ, പച്ചമരം അല്ലെങ്കിൽ ഉണങ്ങാത്ത മരം തീയിൽ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീയിൽ നന്നായി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷം നിൽക്കും. നല്ല ഉറപ്പ് അതിന് ലഭിക്കും. ടു ഹാർഡൻ വുഡ്. ടു സ്കെയർ അവേ ഡേഞ്ചറസ് അനിമൽസ്, ഹിംസ്ര ജന്തുക്കളെ അകറ്റി നിർത്താൻ വേണ്ടി തീ ഉപയോഗിക്കാറുണ്ട്. ഇന്നും ഹിംസ്ര ജന്തുക്കളൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ തീ കൂട്ടിയിട്ടാണ് ആ മൃഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. ഫോർ കുക്കിംഗ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഫ്ലേക്കിംഗ് ടൂൾസ്, ശിലാപാളികൾ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തീ ഉപയോഗിക്കും. എങ്ങനെയാണ്? ശിലയെ അല്ലെങ്കിൽ കല്ലിനെ നന്നായി ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തണുപ്പിക്കുകയാണെങ്കിൽ കല്ല് പൊട്ടിപ്പോകാൻ, കഷ്ണങ്ങളായി തീരാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കല്ലുകളെ ചെറിയ ചീളുകളായി മുറിച്ചെടുക്കാൻ വേണ്ടി ഈ ഫ്ലേക്കിംഗ് ടൂൾസ്, ഈ തീ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെയാണ് തീ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. early humans making tools, ആദിമ മനുഷ്യർ ഉപകരണം നിർമ്മിക്കുന്നു. ഗ്രേറ്റർ മെമ്മറി ആൻഡ് കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്കിൽസ് റിക്വയർ ഫോർ മേക്കിംഗ് ടൂൾസ്. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നല്ല ഓർമ്മശക്തിയും സംഘാടക വൈദഗ്ധ്യവും വേണമായിരുന്നു. The earliest evidence for making and use of stone tools came from sites in Ethiopia and Kenya. കെനിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നുമാണ് ഏറ്റവും പഴക്കം ചെന്ന ശില കൊണ്ടുള്ള ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. The earliest tool makers were the Australopithecus. ആസ്ട്രലോപിത്തക്കസുകളാണ് ആദ്യമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് കരുതുന്നത്. The earliest tool makers were the Australopithecus. അവരെയാണ് ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് വിളിക്കുന്നത്.
We don't know whether tool making was done by men or women or both. ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചത് സ്ത്രീയാണോ പുരുഷനാണോ ഇവർ രണ്ടുപേരും ചേർന്നാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ചിത്രം നിങ്ങൾ നോക്കുക. സം early tools found in Oduai. The one above is chopper. ഈ മുകളിൽ കാണുന്നത് ഒരു ചോപ്പറാണ്. ചോപ്പർ എന്ന് പറഞ്ഞാൽ കത്തിയാണ്. കത്തി പോലെയുള്ള വസ്തു, മാംസമൊക്കെ മുറിച്ചെടുക്കാനുള്ള ചോപ്പർ. വൺ ബിലോ ഈസ് എ ഹാൻഡ് ആക്സ്. ഹാൻഡ് ആക്സ്. താഴെ കാണുന്നത് ഒരു കൽമഴുവാണ്. മഴു, വെട്ടി മുറിക്കാനൊക്കെയുള്ള മഴു, കൽമഴുവാണ്. About 35,000 years ago, there was changes in human tool making. 35,000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യന്റെ ഉപകരണ നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. They began to use new kinds of tools such as spear throwers and the bow and arrows were used for killing animals. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ എറിയാവുന്ന കുന്തങ്ങൾ കണ്ടുപിടിച്ചത്. മൃഗങ്ങളെ പിടിക്കാനായിട്ട്, വേട്ടയാടാനായി സ്പിയർ ത്രോവേഴ്സ്, എറിയുന്ന കുന്തങ്ങൾ ഉപയോഗിച്ചു. ആൻഡ് ദി ബൗ ആൻഡ് ആരോസ്, അമ്പും ബില്ലും ഈ കാലത്താണ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? വേർ യൂസ് ഫോർ കില്ലിംഗ് അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു. ദ മീറ്റ് വാസ് processed by removing the bone, followed by drying, smoking and storage. ഇങ്ങനെ പിടികൂടുന്ന മൃഗങ്ങളെ അസ്ഥികളെല്ലാം മാറ്റിയതിന് ശേഷം മാംസം ഉണക്കി സൂക്ഷിച്ചു. ഡ്രൈയിങ്, സ്മോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്, പുകയിട്ടും ഉണക്കിയൊക്കെ സൂക്ഷിച്ചു. Thus food could be stored for later consumption. പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ മാംസം പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി. ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിംഗ് അനിമൽസ് ആൻഡ് ദി ഇൻവെൻഷൻ ഓഫ് സ്വയിങ് നീഡിൽസ് വേർ അതർ ചേഞ്ചസ്. മറ്റ് മാറ്റങ്ങളാണ് ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിംഗ് അനിമൽസ്. രോമം ഉള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു. എന്തിനായിരിക്കാം? വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി. ആൻഡ് ഇൻവെൻഷൻ ഓഫ് സ്വയിങ് നീഡിൽസ്, തുന്നാനുള്ള സൂചി കണ്ടുപിടിച്ചത് ഈ കാലത്താണ്. ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ദ സൺ ക്ലോസ് കംസ് ഫ്രം അബൌട്ട് 21,000 years ago. 21,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ തയ്ച്ച അല്ലെങ്കിൽ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പഞ്ച് ബ്ലേഡ് ടെക്നിക്സ്. പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് ഒരു പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടെത്തി. പഞ്ച് ബ്ലേഡ് ടെക്നിക് എന്നാണ് പറയുന്നത്. പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മേക്ക് സ്മോൾ ചിസൽ ലൈക്ക് ടൂൾസ്. ചെറിയ ഉളി പോലെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് ഉപയോഗിച്ചത്. ഇറ്റ് വാസ് നൗ പോസിബിൾ ടു മേക്ക് എൻഗ്രേവിംഗ് ഓൺ ബോൺ, ആൻഡ്ലർ, ഐവറി ഓർ വുഡ്. ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഉളി പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് അസ്ഥികളിലും മാൻകൊമ്പുകളിലും ആനക്കൊമ്പിലും മരത്തിലൊക്കെ അവര് ചിത്രപ്പണി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൊത്തുപണി ചെയ്ത് മനോഹരമാക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഒരു ബോണിൽ തുളയൊക്കെ ഇട്ട് പുറത്ത് ഒരു ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കുക, കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പഞ്ച് ബ്ലേഡ് ടെക്നിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കൂടി അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചിത്രം നമുക്ക് പരിശോധിക്കാം. ചിത്രം എ, ഒന്നാമത്തെ ചിത്രം. ഇവിടെ എന്താ കാണുന്നത്? ഹാമർ സ്റ്റോൺ കൊണ്ട് ഒരു കല്ലിന്റെ മുകളിൽ, പെബിൾസിന്റെ മുകളിൽ ഇങ്ങനെ അടിക്കുകയാണ്. ഒന്നാമത്തെ അല്ലെ, ഹാമർ സ്റ്റോൺ കൊണ്ട് അടിച്ച് അതിൻ്റെ മുകൾ വശം പൊട്ടിച്ച് മാറ്റിയാണ്. അങ്ങനെ ഫ്ലാറ്റ് സർഫേസ് ഉണ്ടായി. പിക്ചർ ബി എന്താ സംഭവിച്ചത്? ഫ്ലാറ്റ് സർഫേസ്. അങ്ങനെ
കല്ലിൻ്റെ പെബിളിൻ്റെ മുകളിൽ ഫ്ലാറ്റ് സർഫേസ് ഉണ്ടായി. സി നോക്കൂ, സിയിൽ എന്താ നടക്കുന്നത്? ഒരു പഞ്ച് ചെയ്യുന്ന ചിത്രമാണ്. പഞ്ച് നമുക്കറിയാം. ഇന്ന് പഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മിക്കവാറും ഇരുമ്പായിരിക്കും. ഇവിടെ എന്താണ് പഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച്? ഒരു കയ്യിൽ പഞ്ച് പിടിച്ചിട്ടുണ്ട്, മറ്റൊരു കയ്യിൽ ഹാമറുണ്ട്, ഹാമർ സ്റ്റോണുണ്ട്. എന്താ പഞ്ച് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചത്? ബോൺ ഓർ ആൻഡ്ലർ. പഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചത് ബോൺ, ഒന്നുകിൽ അസ്ഥിയാണ് അല്ലെങ്കിൽ മാൻ കൊമ്പ് കൊണ്ടാണ് ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഫ്ലാറ്റ് സർഫേസിന് താഴേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്ത് വരുമ്പോൾ ഡി, പിക്ചർ ഡി നിങ്ങൾ നോക്കുക, ഡി കണ്ട പോലെയുള്ള ചെറിയ ബ്ലേഡുകൾ രൂപപ്പെടും, ചെറിയ ചീളുകൾ ഉണ്ടാവും. നമുക്കറിയാം, ഇത് പൊട്ടി ചീളുകൾ ഉണ്ടാവും. ഇതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലേഡ് എന്തിനായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ കാണുന്നു, ഡിയിൽ നിങ്ങൾ ബ്ലേഡ് കണ്ടിട്ടുണ്ടാവും. ഇത് നെയ്വ്സ് ഓർ ചിസിൽസ്, ഇത് കത്തി അല്ലെങ്കിൽ ചിസിൽസ് എന്ന് പറഞ്ഞാൽ ഉളി ആയിട്ടാണ് ഉപയോഗിച്ചത്. അതിൻ്റെ താഴെ സി നിങ്ങൾ ഡി നമ്മൾ കണ്ടു. ഡിയിൽ എന്താ സംഭവിച്ചത്? ബ്ലേഡുകൾ ഉണ്ടായി. ഇനി ഡി കഴിഞ്ഞ് ഇ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയിൽ എന്താണ്? ഈ ഒരു അസ്ഥിയാണ്. ആ അസ്ഥിയിൽ ദ്വാരമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിസിലേക്ക് ടൂൾസ് ഉപയോഗിച്ചത്. അത് പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് ഉണ്ടായതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യന് സാധിച്ചത്. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. ആശയവിനിമയ രീതികൾ, ഭാഷയും കലയും. ലാംഗ്വേജ്, ഭാഷ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. Among living beings, humans alone have a language. ജീവി വർഗങ്ങളിൽ മനുഷ്യന് മാത്രമാണ് ഭാഷയുള്ളത്. There are several views on language developments. ഭാഷ ഉണ്ടായതിനെക്കുറിച്ച്, ഭാഷയുടെ വികാസത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. They are: hominid language evolved gestures or hand movements. ഹോമിനിഡുകളുടെ ഇടയിൽ ഭാഷ ഉണ്ടായത് ആംഗ്യ ഭാഷയിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഹോമിനിഡുകളുടെ ഭാഷ ആംഗ്യ ഭാഷ ആയിരുന്നു. ബിഫോർ സ്പോക്കൺ ലാംഗ്വേജ്, വോക്കൽ ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സിംഗിങ് ഓർ ഹമ്മിങ് ഡെവലപ്ഡ്. സംസാര ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ വാച്യഭാഷ ഉണ്ടായിരുന്നു. സംസാര ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആശയവിനിമയം നടത്താൻ ഒരു വാച്യ ഭാഷ ഉണ്ടായിരുന്നു. ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സിംഗിങ് ഓർ ഹമ്മിങ് ഡെവലപ്ഡ്. പാട്ടുപാടിയും അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും ഹമ്മിങ് മൂളലുകൾ ഉണ്ടാക്കിയൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. ഹ്യൂമൻ സ്പീച്ച് പ്രോബബ്ലി ബിഗൻ വിത്ത് കോൾസ് എമംഗ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റുകളുടെ വിളികളിൽ നിന്നാണ് അല്ലെങ്കിൽ അനുകരണങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ ഭാഷ ഒരുപക്ഷെ ഉണ്ടായത്. വെൻ ഡിഡ് സ്പോക്കൺ ലാംഗ്വേജ് ഡെവലപ്ഡ്? എപ്പോഴാണ് ഭാഷ, സംസാര ഭാഷ ഉത്ഭവിച്ചത്? It has been suggested that the brain of Homo habilis had certain features. Homo habilisന്റെ മസ്തിഷ്കത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. The brain of Homo habilis had certain features. Homo habilisന്റെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. which would have made it possible for them to speak. അതുകൊണ്ടാണ് അവയ്ക്ക് സംസാരിക്കാനുള്ള ശേഷി ലഭിച്ചത്. Thus, language may have developed as early as 2 MYA. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെയാണ് ഭാഷ ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ഭാഷ വികസിച്ചത്. The evolution of vocal tract was equally important. വാചിക മേഖലയുടെ വികാസവും വലിയ പ്രാധാന്യമുണ്ട്. This occurred around 2 lakhs years ago. 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത്.
Language developed around the same time as art, that is around 40,000 to 35,000 years ago. ഈ ഭാഷയും കലയും ഒക്കെ ഒരേ കാലത്ത് തന്നെയാണ് ഉണ്ടായത്. 40,000 വർഷത്തിനും 35,000 വർഷത്തിനും ഇടയിലാണ് കലയും ഭാഷയും ഉണ്ടായത്. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത്. ആർട്ട്, കല. Hundreds of the paintings have been discovered in the caves of Lascaux and Chauvet in France and Altamira in Spain. ആദിമ മനുഷ്യരുടെ കലയെക്കുറിച്ച് നമ്മൾക്ക് വിവരം നൽകുന്ന ഗുഹാചിത്രങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ലാസ്കോ, ഷുവേറ്റ്, ഇത് രണ്ടും ഫ്രാൻസിലുള്ള 2 ഗുഹകളാണ് ലാസ്കോ, ഷുവേറ്റ്. അതുപോലെ തന്നെ സ്പെയിനിലുള്ള പ്രശസ്തമായ ഗുഹയാണ് അൾട്ടിമിറ ഇൻ സ്പെയിൻ. നിങ്ങളിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഇത് അൾട്ടിമിറ കേവ്സിൻ്റെ അകത്തുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ബൈസനാണ്. ബൈസൺ ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. എന്താണ് ബൈസൺ എന്ന് പറഞ്ഞാൽ? കാട്ടുപോത്തിൻ്റെ ചിത്രീകരിച്ചിട്ടുള്ള ആദിമ മനുഷ്യർ കാട്ടുപോത്തിനെ വരച്ചു വെച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? അൾട്ടിമിറ കേവ്സ്. ദിസ് ഇൻക്ലൂഡ്, ഈ ആദിമ മനുഷ്യർ നടത്തിയ ഈ കല അല്ലെങ്കിൽ ഈ ചിത്രരചനയിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ദിസ് ഇൻക്ലൂഡ് ഡിപിക്ഷൻ ഓഫ് ദ ബൈസൺ, ഹോഴ്സസ്, ഇബെക്സ്, ഡീർ, മാമത്സ്, റിനോസ്, ലയൺസ്, ബേഴ്സ്, പാന്തേഴ്സ്, ഹയനാസ് ആൻഡ് ഓൾസ്. ഇതൊക്കെയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണിത്? ബൈസൺ നമ്മുടെ കാട്ടുപോത്ത്, കുതിര, ഇബക്സ് കാട്ടാട്, മാനുകൾ, മാമത്തുകൾ, കണ്ടാമൃഗം, കരടി, അതുപോലെ തന്നെ സിംഹം, പുള്ളിപ്പുലി, ഹയനസ് കഴുതപ്പുലി, മൂങ്ങ, ഇതൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. വി ഹാവ് നോ ഐഡിയ വൈ ദേ മേഡ് ദീസ് പെയിന്റിങ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെയിന്റിങ്ങുകൾ അവർ സൃഷ്ടിച്ചത് എന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. വൺ ഓഫ് ദി എക്സ്പ്ലനേഷൻ ഫോർ ദീസ് പെയിന്റിങ്സ് ഈസ് റിച്വൽ. ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ചിത്രരചന നടത്തിയിട്ടുള്ളത് എന്നാണ്. The art of painting was a ritual to ensure a successful hunting. വിജയകരമായി വേട്ടയാടലിന് വേണ്ടിയിട്ടുള്ള ഒരു ആചാരമായിരുന്നു ഈ ചിത്രരചന എന്നാണ് പറയുന്നത്. The art of painting was a ritual to ensure a successful hunt. വിജയകരമായ വേട്ടയാടലിന് വേണ്ടിയിട്ടായിരുന്നു. Another explanation is that these caves were meeting place of small groups of people or location for group activities. ഗ്രൂപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ജനങ്ങൾ കൂടിച്ചേരുന്ന ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു ഗുഹയായിരുന്നു ഇവയെന്നാണ് കരുതുന്നത്. They shared hunting techniques and knowledge. These paintings served as a media for passing information from one generation to the next. അങ്ങനെ അവർ കൂടിച്ചേരുമ്പോൾ അവര് വേട്ടയാടലിന്റെ തന്ത്രങ്ങൾ പരസ്പരം കൈമാറി, അറിവുകൾ പരസ്പരം കൈമാറി. ഈ ചിത്രങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു മാധ്യമമായി വർദ്ധിച്ചു. ഹണ്ടർ ഗാദറർ സൊസൈറ്റീസ് ഫ്രം ദി പ്രസന്റ് ടു ദ പാസ്റ്റ്. നായാടി സമാഹരണ സമൂഹങ്ങൾ വർത്തമാന കാലത്ത് നിന്ന് ഭൂതകാലത്തേക്ക്. Studies of anthropologists helped us to understand more about present-day hunter-gatherer society. വർത്തമാന കാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് നരവംശ ശാസ്ത്രജ്ഞരാണ്. Whether the lives of present-day hunter-gatherers could be used to understand the past. ഭൂതകാലത്തെ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ വർത്തമാനകാലത്ത് നായാടി സമാഹരണ സമൂഹങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഉപകാരപ്പെടുമോ, സാധിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്.
അതായത് ഈ കാലത്ത്, വർത്തമാനകാലത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും സജീവമായിട്ടുള്ള നായാടി സമാഹരണ സമൂഹങ്ങൾ ഉണ്ട്. ലോകത്ത് പല ഭാഗത്തുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അൻഡമാൻ നിക്കോബാർ ദ്വീപിലൊക്കെ നമുക്കറിയാം നായാടി സമാഹരണ സമൂഹങ്ങളുണ്ട്. ആ സമൂഹത്തെക്കുറിച്ച് പഠിച്ചാൽ ആദിമ മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. There are two opposing views. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ട്. Directly applied specific data from present day hunter-gatherer societies to interpret the archaeological remains of the past. ഭൂതകാലത്തെ ഭൗതിക അവശിഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ നായാടി സമാഹരണ സമൂഹത്തെ, ഇന്നത്തെ നായാടി സമാഹരണ സമൂഹത്തിന്റെ ഡാറ്റ അതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. Some scholars suggested that the hominid sites dated to 2 MYA along with the margin of the Lake Turkana in Africa could have been the dry season camps of early humans. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഹൊമിനിഡുകൾ ആഫ്രിക്കയിലെ തുർക്കാന ലേക്കിൽ, അതിന്റെ തീരത്ത് താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു. Such practices has been observed among the Hadza and Kungsan hunter-gatherer society. ഇതേപോലെ തന്നെ ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ പ്രസന്റ് ഡേയിലും ഹഡ്സ ആൻഡ് കുങ്സൻ, ഹഡ്സ കുങ്സൻ എന്ന് പറയുന്ന നായാടി സമാഹരണ സമൂഹങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുന്നതായിട്ട്, താൽക്കാലിക വസതികൾ ഒരുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. Such a practice has been observed among the Hadza and Kungsan hunter-gatherer society. Some scholars opposed this approach. ഇത്തരത്തിൽ ഈ കാലത്തെ, വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂതകാലത്തെ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ, പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നത് ശരിയല്ല എന്ന് കുറച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. They feel that ethnographic data cannot be used for understanding past societies. ഭൂതകാലത്തെ കുറിച്ച് പഠിക്കാൻ നരവംശാസ്ത്ര വസ്തുതകൾ പര്യാപ്തമല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. Present day hunter-gatherer society engaging several other economic activities. വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങൾ പല സാമ്പത്തിക പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. അതായത് കേവലം നായാടി സമാഹരണ സമൂഹങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. Along with hunting and gathering, engaging in exchange and trade minor forest produce. നായാടി സമാഹരണ സമൂഹങ്ങൾ നായാടിലും സമാഹരണത്തോടൊപ്പം തന്നെ ചില വന ഉൽപ്പന്നങ്ങൾ കൂടി കൈമാറ്റം ചെയ്യാറുണ്ട്, അല്ലെ സാമ്പത്തിക ഇടപാടിൽ അവർ ഏർപ്പെടാറുണ്ട്. വർക്കിംഗ് ആസ് പെയ്ഡ് ലേബേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നെയ്ബറിംഗ് ഫാമേഴ്സ്. തൊട്ടടുത്തുള്ള കർഷകരുടെ വയലിൽ കൂലിവേല ചെയ്യാറുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങൾ നായാടിലും സമാഹരണവും മാത്രമായി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് അവരുടെ ഡാറ്റ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കാൻ, ഭൂതകാലത്തെ അല്ലെങ്കിൽ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ സഹായകരമല്ല എന്നാണ് പറയുന്നത്. Moreover, these societies are totally marginalized to all sense, geographically, politically and socially. ഇന്നത്തെ വർത്തമാന നായാടി സമാഹരണ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ തീർത്തും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. എങ്ങനെയൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്? ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി, പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി, സോഷ്യലി, സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ നായാടി സമാഹരണ സമൂഹങ്ങൾ. The conditions in which the life are very different from those of early humans.
the conditions in which they live are very different from those of early humans. ആദ്യകാല മനുഷ്യർ ജീവിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. There are variation among living hunter-gatherer societies. ഈ നായാടി സമാഹരണ സമൂഹങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. There are conflict in data on many issues. ചില പൊരുത്തക്കേടുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. The relative importance hunting gatherer groups. നായാടി സമാഹരണ സമൂഹത്തിന് നായാടലിനും സമാഹരണത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഹണ്ടിങ് ഗാദറർ, നായാടലിനും സമാഹരണത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം വ്യത്യസ്തമാണ്. ഗ്രൂപ്പ് സൈസ്, അവരുടെ ഗ്രൂപ്പിന്റെ വലിപ്പത്തിൽ സമൂഹത്തിന്റെ വലിപ്പത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മൂവ്മെന്റ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള അവരുടെ സഞ്ചാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹണ്ടർ ഗാദറേഴ്സ് സൊസൈറ്റിയെ കുറിച്ച്, ഇന്നത്തെ ഹണ്ടർ ഗാദറേഴ്സ് നായാടി സമാഹരണ സമൂഹത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് വാട്ട് ഈസ് ആന്ത്രോപോളജി? Anthropology is a discipline that studies human culture and evolutionary aspects of human biology. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യ സംസ്കാരം, മനുഷ്യ ശരീരത്തിന്റെ പരിണാമപരമായ തലങ്ങൾ എന്നിവ പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ് നരവംശാസ്ത്രം. എത്തനോഗ്രാഫി. വാട്ട് ഈസ് എത്തനോഗ്രാഫി? Ethnography is the study of contemporary ethnic groups. It includes an examination of their modes of livelihood, technology, gender roles, rituals, political institutions and social customs. Ethnography എന്ന് പറഞ്ഞ വംശീയ ശാസ്ത്രം സമകാലീന വംശീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ്. അവരുടെ ജീവസന്ധാരണ രീതികൾ, സാങ്കേതികവിദ്യ, ലിംഗപരമായ ധർമ്മങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അതിനെയാണ് എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ എത്തനോഗ്രാഫി എന്നാൽ എന്തെന്ന് പഠിച്ചു, ആന്ത്രോപോളജി എന്നാൽ എന്താണെന്ന് പഠിച്ചു.